ജിൽസി, അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വാഭാവികമായി സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്ലാൻ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യം ഒരു അട്ടിമറി നടക്കുന്നത് എന്ന് പറയുന്നത് ഈ മുരാരി ബാബുവിന്റെ അടുത്ത് നിന്നാണ്. കാരണം സ്വർണം എന്ന് പറയുന്നത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ആദ്യമായി ഒരു ഓർഡർ ഇറക്കുന്നത് ഇയാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് ഇയാളുടെ പങ്ക് വ്യക്തമാണ്. ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ അറിയേണ്ടത് ഇതിൽ മറ്റുദ്യോഗസ്ഥരുടെ പങ്ക്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും വെറുതെ ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനപ്രകാരം മാത്രമാണ് എന്നുള്ളത് ഈ കാര്യം എന്നുള്ളത് നമുക്ക് സംശയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ചേർത്തിരിക്കുന്നത്. ഈ കട്ടളപ്പാടി കൊണ്ടുപോയ കേസിലാണ് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നത്. 8ാം പ്രതി എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അതിൽ ആർക്കൊക്കെ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നൽകേണ്ടത് മുരാരി ബാബുവാണ്. മുരാരി ബാബുവിൽ നിന്ന് ഇനി അടുത്ത തുടർ ഉദ്യോഗസ്ഥരിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല, 2019 നിൽക്കുകയും ചെയ്യുന്നില്ല. നിലവിൽ ഈ ആരോപണം എന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടം മുതൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ പറയുന്നത് അത് അന്നത്തെ അംഗങ്ങളാണ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് അന്നത്തെ ആ ഒരു ഇടപാടുകളിൽ മാത്രമായി നിലനിർത്തരുത്. കാരണം അതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കണം. നിലവിലുള്ള ആളുകളുടെ പങ്കിനെ കുറിച്ചും വിശദമായ അന്വേഷണം വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അതുകൂടി ഇതിന്റെ പരിധിയിലേക്ക് വരികയാണ്. അതിന്റെ ഭാഗമായാണ് ഈ 2025 അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന അതിൽ നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. ഇനി ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. അതിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.